കുഴപ്പമില്ല, നീ ഒന്നും മിണ്ടാതിരിക്കണ്ടേ വന്ന് ചെയ്തു. ദുബായ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സമയം പോലും വെറുതെ കളയരുതെന്നുള്ള ദൃഢനിശ്ചയത്തോടെയാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കും ഒരു ക്ഷീണമില്ലായിരുന്നു. വന്ന് കയറി കുളിച്ചു റെഡിയായിട്ട് ഞങ്ങൾ പോകുന്നത് ഫസ്റ്റ് അഡ്വഞ്ചർ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അടുത്തോട്ടാണ്. അതിനായിട്ട് വാട്ടർ സ്പോർട്ടായിട്ടുള്ള ജെറ്റ് സ്കീയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ A1 എന്ന് പറയുന്ന ഒരു ടീമിനെയാണ് നമ്മളവിടെ കോൺടാക്ട് ചെയ്തിരിക്കുന്നത്. കുഴപ്പമില്ലാത്ത നല്ലൊരു സർവീസായിരുന്നു അവരുടേത്. ഞാനൊരു മാമനാവാനുള്ള കാരണക്കാരനാണ് ഈ നിൽക്കുന്നത്. ഇവൻ UK കിടിലൻ തണുപ്പിൽ നിന്ന് ഇവിടുത്തെ കൊടും ചൂടിലേക്ക് വന്ന നല്ല കിടിലൻ കലിപ്പിലാണ്. അതുകൊണ്ട് തന്നെ അവനും സിസ്റ്ററോടെ പോകാനുള്ള പ്ലാൻ ക്യാൻസൽ ചെയ്തിട്ട് ഞാനും ഗീതും കൂടെ പോയതിന് ശേഷം ഞാനും സിസ്റ്ററോടെ പോകാനുള്ള പ്ലാനാക്കി ഞങ്ങൾ. അത് കുഴപ്പമില്ല, നീ ഒന്നും മിണ്ടാതിരിക്കണ്ടേ വന്ന് ചെയ്തു. ഈ കണ്ട പേടിക്കൊരു കാരണമുണ്ട്. കാരണം കഴിഞ്ഞ വട്ടം പോയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വെള്ളത്തിലൊന്ന് മുങ്ങി. അതിൻ്റെ പേടിയാണ്. അത് കഴിഞ്ഞ് ഞാനും സിസ്റ്ററോടായി അടുത്ത റൈഡ്. റൈഡും കഴിഞ്ഞ് ഒരു കുളിയും കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത വിശപ്പിൻ്റെ വിളി വന്നു. അപ്പോൾ തന്നെ അടുത്ത റെസ്റ്റോറൻറ്റ് തപ്പിയുള്ള യാത്രയായി. പോകുന്ന വഴിക്ക് ബുർജ് ഖലീഫ ചേച്ചിയെ ദൂരെ നിർത്തിയെന്ന് കാണിച്ചു കൊടുത്തു. കാരണം ബുർജ് ഖലീഫയുടെ അത്രയും വിശപ്പുള്ളതുകൊണ്ട് അടുത്ത് നമുക്ക് പിന്നീട് പോകാം.